ദേ നോക്കിയേ, മൗദൂദി ചാനലായിട്ടുള്ള മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ്. നമ്മുടെ പൂക്കി മുഖ്യമന്ത്രിയായിട്ടുള്ള മേനോൻ അദ്ദേഹത്തിന് കമാൻഡോസ് വാഹനം ഉൾപ്പെടെ അകമ്പടി, മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു. മുകളിലേക്ക് നോക്കൂ, മീഡിയ വൺ എന്ന് തന്നെയാണല്ലോ എഴുതിയിട്ടുള്ളതല്ലേ? അതുപോലെ തന്നെ മീഡിയ വണ്ണിന്റെ ലോഗോ കണ്ടല്ലോ. ഇനി എന്താണ് ഈ വാർത്തയെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് കരുതിക്കൊണ്ട് ആ ലിങ്കിലേക്കൊന്ന് തൊട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കിയേ. നോക്കിയേ, 404 the page you were looking for appears to have moved or never existed. Try searching for what you are looking for or browse some of our favorite below. എന്ന് പറഞ്ഞാൽ എന്താണോ നിങ്ങൾ സെർച്ച് ചെയ്ത വാർത്ത, ആ വാർത്ത ഇപ്പോൾ എന്തില്ല, അത് കാണാനില്ല, അത് മൂവ് ചെയ്തിരിക്കുകയാണ്. അത് ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഓൺലൈൻ പേജിൽ നിന്ന് ഞങ്ങൾ അത് ഒഴിവാക്കിയിരിക്കുകയാണ്. അതെന്തുകൊണ്ടായിരിക്കാം ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് ഇവർ തന്നെ പറയുന്നത്. കമാൻഡോസ് വാഹനം ഉൾപ്പെടെ അകമ്പടി, മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു എന്ന് മീഡിയ വൺ ചാനൽ തന്നെ സതീശനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്ത വാർത്ത പിന്നീട് അത് കാണാനില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? മീഡിയ വണ്ണിന്റെ ഓഫീസിലേക്ക് മേനോൻ മുഖ്യമന്ത്രിയുടെ ഒരു ഫോൺ കോൾ ചെന്നു. ആ ഫോൺ കോൾ ചെന്നതിന് പിന്നാലെ വാർത്ത മുങ്ങിയെങ്കിൽ അല്ലെങ്കിൽ മുക്കിയെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണല്ലോ. മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ പത്രാസ് കാണിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല ഞാൻ എന്ന് വാചകം അടിച്ചതിന് ശേഷം പതിവ് രീതി എടുക്കുകയാണ്. എന്ത് ഡയലോഗ് ഒന്ന് പ്രവൃത്തി വേറൊന്നു. എനിക്ക് Z+ കാറ്റഗറിയിലൊക്കെ സഞ്ചരിക്കാനുള്ള ആഗ്രഹം ഉള്ളിൽ കാണൂലേ? പ്രത്യേകിച്ച് മേനോന്മാരുടെ തറവാട്ട് മഹിമയ്ക്കനുസരിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തെ ഉപയോഗിക്കണമല്ലോ. അതുകൊണ്ട് കമാൻഡോ സുരക്ഷ തന്നെ ആകട്ടെ എന്ന നിലയ്ക്കായിരിക്കണം മീഡിയ വൺ എന്ത് ചെയ്തത്, ഇങ്ങനെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നതിനെ കുറിച്ച് വാർത്ത കൊടുത്തത്. നിലവിൽ ഒരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ മേനോൻ മുഖ്യമന്ത്രിക്ക് ഈ നാട്ടിൽ എന്തെങ്കിലും ഭീഷണി ഉണ്ടോ? സാധാരണഗതിയിൽ അങ്ങനെ ഭീഷണി ഉണ്ടെങ്കിലാണ് സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടത്. ആകെ ഈ നാട്ടിൽ മേനോൻ മുഖ്യമന്ത്രിയോട് അല്ലെങ്കിൽ പൂക്കി മുഖ്യമന്ത്രിയോട് ഏതെങ്കിലും ആൾക്കാർ കലിപ്പ് കാണിക്കുന്നെങ്കിൽ അത് കോൺഗ്രസ്സുകാരായിരിക്കും, എതിർ ഗ്രൂപ്പുകാരായിരിക്കും. അല്ലാതെ ഈ നാട്ടിൽ ഒരു മനുഷ്യർക്കും പൂക്കി മുഖ്യമന്ത്രിയെ ഒന്ന് വിരൽ ചൂണ്ടേണ്ട കാര്യം പോലുമില്ല. ഒരു സുരക്ഷ പോലും അദ്ദേഹത്തിന് കൊടുക്കേണ്ട കാര്യവുമില്ല. എന്നിരുന്നാലും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ട പത്രാസ് ഇല്ലാത്ത രീതിയിൽ എനിക്ക് വിരലിലെണ്ണാവുന്ന അകമ്പടി വാഹനം മതി. അതാണ് പൊടുന്നനെ അണ്ടർഗ്രൗണ്ടിൽ കൂടെ കമാൻഡോസ് ഉൾപ്പെടെ വരട്ടെ, എനിക്ക് സിനിമാ സ്റ്റൈലിലൊക്കെ അങ്ങനെ പോകുന്നത് ഉള്ളിൽ ഒരു കുളിരാണ്. ആ രീതിയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്തയാണ് മീഡിയ വൺ തന്നെ മുക്കിയിരിക്കുന്നത്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? ഡീൽ ഉണ്ടോ ഇല്ലയോ? നമ്മുടെ നാട്ടിൽ മാധ്യമ സ്വാതന്ത്ര്യം, മാധ്യമ ധർമ്മം എന്നൊക്കെ പറയുന്നത് ഇതാണ്. അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവർക്ക് വേണ്ടപ്പെട്ടവരുടെ കാര്യങ്ങളൊക്കെ വാർത്ത കൊടുത്താൽ അവരിൽ നിന്ന് കോൾ വരികയാണെങ്കിൽ, സമ്മർദ്ദം വരികയാണെങ്കിൽ നല്ല അന്തസ്സായിട്ട് ആ വാർത്ത മുക്കുമെന്നതിന്റെ തെളിവാണ്. ഇതാണ് ഈ നാട്ടിൽ നടക്കുന്ന യഥാർത്ഥ വാർത്താ കച്ചവടം. ഞങ്ങളുടെ മാധ്യമധർമ്മം അനുസരിച്ച് സധൈര്യം ഏത് വിഷയത്തിലും പ്രതികരിക്കും, ഏത് വിഷയത്തിലും ഞങ്ങൾ ശക്തമായിട്ട് വാർത്ത കൊടുക്കുമെന്നൊക്കെ തള്ളി മറിക്കുന്നത് മുതലാളിക്ക് ഇൻട്രസ്റ്റിംഗ്, മുതലാളിക്ക് ലാഭം ഉണ്ടാകുന്ന കാര്യം അല്ലെങ്കിൽ ഓഫർ വന്നാൽ ഏത് വാർത്തയും മുങ്ങും എന്നതിന്റെ തെളിവാണ്. മുഖ്യമന്ത്രി ചെയ്യാൻ പോകുന്ന ഒരു പ്രവർത്തനത്തെക്കുറിച്ച് ഇന്നലകളിൽ ഈ കസേര വാങ്ങിക്കൊടുക്കാൻ ഏറ്റവും കൂടുതൽ പണിയെടുത്ത മീഡിയ വൺ ചാനൽ തന്നെ അവസാനം പറഞ്ഞ വാർത്ത മുക്കിയെങ്കിൽ അതിന്റെ പിന്നിൽ നടന്ന ഡീലിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. എത്രമാത്രം ഗുണം ഇതുകൊണ്ട് മൗദൂദി ചാനലിന് കിട്ടും എന്ന് ആലോചിച്ച് നോക്കിയേ. എന്നെ കുറിച്ച് നെഗറ്റീവ് വാർത്ത വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ അത് ഇടപെട്ട് എങ്ങനെയാണ് ഞാൻ തന്നെ മുക്കിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് സുരക്ഷ വർദ്ധിപ്പിക്കാൻ പോകുന്ന കമാൻഡോസ് വാഹനം ഉൾപ്പെടെ അകമ്പടി, മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു എന്ന വാർത്ത നിന്ന നിപ്പിലിപ്പോൾ കാണാനില്ലാതെ പോയത്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതിൽ തന്നെ ഡേറ്റ് വെച്ചിട്ടുണ്ട്, മെയ് 27. ഇന്നിപ്പോ ആ വാർത്ത 1-ാം തീയതി നോക്കുമ്പോൾ കാണാനില്ലെങ്കിൽ ബാക്കി നിങ്ങൾ തന്നെ ചിന്തിച്ചോളൂ.